എക്സ്ട്രീം വയലൻസ്. മാർഗോ കണ്ടു. ഉണ്ണി മുകുന്ദൻ തകർത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പറയുന്ന പോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരിക്കലും ഈ സിനിമ സജസ്റ്റ് ചെയ്യൂല. കാരണം വെച്ചാൽ എനിക്ക് തന്നെ ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര കണ്ടു നിൽക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് ആണ് സിനിമയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുക്കാഭാഗം വരെ പിന്നെ നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്ന ലെവലിലെ വയലൻസ് മാത്രമേ സിനിമയിലുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിടുതലൈ പാർട്ട് 2ന്റെ പിന്നെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ പറഞ്ഞത് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഈ സാധനം പിന്നെ ചോര അല്ലെങ്കിൽ മരിച്ചത് അങ്ങനത്തെ ഒക്കെ കാണിക്കുമ്പോൾ അവര് കുറച്ച് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ എല്ലാം ഓപ്പണാണ്. എനിക്ക് തോന്നുന്നു അതിൽ നെഗറ്റീവ് പറഞ്ഞത് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി സമാധാനിച്ചേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാല് ഞാൻ കാഞ്ചന പോലെ ഒരു ബിലോ ആവറേജ് മറ്റേ പ്രേതപ്പടങ്ങൾ പോലും സീറ്റിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ മറിഞ്ഞിരുന്നിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, എനിക്ക് ഇപ്പൊ വീട്ടിൽ പണ്ട് എലീനെ പിടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എലീനെ മറ്റേ നമ്മൾ വെള്ളം വെച്ചിട്ട് കൊല്ലുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവുമ്പോൾ, വീട്ടിൽ നിന്ന് പിടിച്ച എലീനെ കൊല്ലുന്ന പരിപാടി ഉണ്ടാവുമ്പോൾ ഞാൻ അതിനെ കൊല്ലുന്ന കണ്ടിട്ട് ഞാൻ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിങ്ങനെ കൊല്ലുന്നത് അല്ലെങ്കിൽ പിന്നെ ചോര ഇതെല്ലാം കുറച്ച് എനക്ക് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ എന്നെ ദേഹത്ത് മുറിഞ്ഞിട്ട് ബ്ലഡ് വന്നാൽ പിന്നെയും ഞാൻ സഹിക്കും. പക്ഷെ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ വരുന്നതാണെങ്കിൽ എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റൂല. എനിക്ക് അത്രയും ഇതായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഈ സിനിമ ആ ഒരു മുക്കാഭാഗം കഴിഞ്ഞ പിന്നെ ഫസ്റ്റ് ഹാഫിന്റെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ച് ഫസ്റ്റ് ഹാഫിന്റെ പിന്നെ ലാസ്റ്റ് പോർഷനോട് അനുബന്ധിച്ചിട്ട് ഇതുപോലെ തന്നെയുള്ള പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ കുറച്ച് ആ ഒരു പിന്നെ ഇത് കണ്ണ് പൊത്തുന്ന അങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടു. പക്ഷെ ഇതിന്റെ സിനിമയുടെ മൊത്തത്തിലെ ക്ലൈമാക്സിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ കണ്ട് നമുക്ക് കാണാനേ പറ്റാത്തൊരവസ്ഥയാണ്. അത്രയും എക്സ്ട്രീം ആയിട്ടുള്ളൊരു പിന്നെ ഇതാണ്. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് സിനിമകളിൽ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമകളിൽ ഒക്കെയാണ് നമ്മൾ അത്രയും വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരമാവധി ഇംഗ്ലീഷ് സിനിമകളും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സിനിമകൾ ഞാൻ ഒഴിവാക്കി വിടുന്നത്. എനിക്കത് കാണാൻ പറ്റൂല. പിന്നെ സിനിമയെ കുറിച്ച് പോസിറ്റീവ് പറയാണ്ടിരിക്കാനും പറ്റൂല. നമ്മുടെ സിനിമയിലെ മ്യൂസിക്, സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ക്യാമറ വർക്ക് ആയിക്കോട്ടെ, പിന്നെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ, എല്ലാം വളരെ ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഒരാളെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ കൊന്നു എന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ അയാളെ കൈവെട്ടിയെടുത്തു എന്നൊക്കെ കാണിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന ആർട്ട് വർക്കുകളൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. മ്യൂസിക് വളരെ നീറ്റായിട്ടുണ്ട്. ഇതിന് പിന്നെ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുണ്ടായ വിവാദങ്ങളൊക്കെ അവര് പിന്നെ ആ പാട്ട് പിന്നെ ഡബ്സിനെ കൊണ്ട് ഡബ്സി പാടിയത് മാറ്റി പാടിച്ച് അതൊക്കെ എനിക്ക് തോന്നുന്നു അതെല്ലാം അവരെ അടിപൊളിയായിട്ട് ആ പിന്നെ ചെയ്തതിനൊക്കെ നീതീകരിക്കുന്ന രീതിയിൽ തന്നെ മ്യൂസിക്, പാട്ട് എല്ലാം വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന നമുക്കിത് കാണാൻ പറ്റില്ല. ഒരു 18 വയസ്സിൽ താഴെ ഇല്ല, ഒരു 18 വയസ്സെന്നല്ല, നിങ്ങളൊരു ലോല ഹൃദയം അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനത്തെ പിന്നെ ചോര ഇതെല്ലാം കാണാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണാൻ പാടില്ല. ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന പടയല്ല ഇത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഫാമിലീനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഇപ്പൊ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിട്ട കഥ തന്നെയാണ്. പക്ഷെ അതിന്റെ മേക്കിംഗ് വളരെ ഗംഭീരമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും കഥ പഴയതാണ്, അതൊക്കെയാണ്. പക്ഷെ പിന്നെ മേക്ക് ചെയ്ത രീതിയാണ് പിന്നെ ഹിന്ദി സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകളുടെ ഒക്കെ രീതിയിലേക്ക് മേക്കിംഗ് കിട്ടപ്പെട്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ വെച്ചാല് എനിക്ക് വേറൊരു സാധനം പറയാനുള്ളത് പറഞ്ഞാല് ഹനീഫ് അദേനി എന്ന് പറയുന്ന സംവിധാനം. എന്നോട് കുറെ ആൾ ചോദിച്ചു, നിങ്ങൾ പിന്നെ ഭയങ്കരമായിട്ട് സിനിമ റിവ്യൂ ചെയ്യാൻ താല്പര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എല്ലാവരും കാത്തിരിക്കുന്ന സിനിമ മാർക്കോ പോലുള്ള സിനിമകളല്ലേ ആദ്യത്തെ ദിവസം കണ്ടിട്ട് ചെയ്യേണ്ടത്. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റേ സിനിമകളാണ് ഞാൻ കാണുന്നത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് ഏൺ ചെയ്യാനോ കാര്യങ്ങളായിട്ടൊന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത്. അപ്പം എനിക്കിഷ്ടപ്പെട്ട നല്ല സിനിമയാകും എന്ന് തോന്നുന്ന ഒരു ഘടകം അങ്ങനത്തെ ഒരു സിനിമകളാണ് ഞാൻ കൂടുതലായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു ഇതും കണ്ടേക്കാം, മറ്റവർ പറഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമക്ക് പോയില്ലായിരുന്നു. കാരണം എനിക്ക് ഇങ്ങനത്തെ ലെവലിൽ സിനിമകൾ കാണാൻ പറ്റൂലായിരുന്നു.
പിന്നെ ഹനീഫ് അദേനിനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മികായലായാലും ദ ഗ്രേറ്റ് ഫാദറോ മറ്റേ മമ്മൂട്ടിയുടെ പടങ്ങളൊക്കെ ആയാലും അതിന് ഇത് ശരിക്കും പറഞ്ഞാല് പിന്നെ എ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് പിന്നെ 18 വയസ്സിന് മുകളിലേക്ക് മാത്രമേ കാണാൻ പറ്റൂ എന്നുള്ള ലെവലിലുള്ള പടമാണ്. പക്ഷെ ഈ സിനിമകളിലൊക്കെ ഹനീഫ് അദേനി ചെയ്തിട്ടുള്ള പടങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പിന്നെ കുട്ടികളെ വെച്ചിട്ടാണ് ഇവരെ ഭയങ്കര ബിൽഡപ്പ് ചെയ്ത് കയറ്റുന്നതാണ്. അത് മാത്രമല്ല അതിൽ കുറെ മോശം ലാംഗ്വേജസ് ഒക്കെ യൂസ് ചെയ്യുന്നതും കാണാറുണ്ട്. ഇതിന്റെ തുടക്കത്തിലും അങ്ങനെയുണ്ട്. പക്ഷെ ഇത് എ സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതിന് മുമ്പുള്ള 2 പടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഇതായില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ഈ പടത്തിന് പോകണ്ടെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ എന്തായാലും നിങ്ങളിലേക്ക് പടത്തിന്റെ ഒരു ഇത് അറിയിക്കാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ചോരക്കളിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പോയാൽ മതി. അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വേണ്ടെന്ന് പറയും. പിന്നെ OTT കാണാം. OTT കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് പിന്നെ ആ ഭാഗങ്ങളൊക്കെ വെറുതെ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫാസ്റ്റ് അടിച്ച് വിടാം എന്നുള്ളൊരു ഇതില്ലത് കൊണ്ട് നിങ്ങൾ അങ്ങനെ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കോ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് എൻ്റെ ചാനലിൽ ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്ക് പങ്കുവെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം അവരിൽ ആരെങ്കിലും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഈ സിനിമയോ അല്ലെങ്കിൽ ഇതുപോലുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമായിട്ട് അവർക്ക് പിന്നെ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ല നല്ല. അവര് എന്റെ റിവ്യൂ കണ്ടോട്ടെ. റിവ്യൂ കണ്ടിട്ട് സിനിമക്ക് പോകുന്നവരാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ പോകുന്നവർക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.